സോ നമ്മൾ അങ്ങനെ നമ്മുടെ യാത്ര വാർസോയിലേക്ക് എത്തിക്കുകയാണ്, പോളണ്ടിൻ്റെ ക്യാപിറ്റൽ സിറ്റി ആയിട്ടുള്ള വാർസോ. നമുക്കറിയാം ഈസ്റ്റേൺ യൂറോപ്യൻ രാജ്യങ്ങൾ, ഞാൻ എപ്പോഴും അഡ്വൈസിൽ പറയുന്ന ഒരു കാര്യമാണ്, വളരെ സേഫ് സോണിൽപ്പെട്ട ഒരു പ്രൊഫഷനുണ്ട്. ഈസ്റ്റേൺ യൂറോപ്പ് എന്ന് പറയുമ്പോൾ ലാറ്റ്വിയ, ലിത്വാനിയ, പോളണ്ട്, ഇതൊക്കെ നമുക്ക് ഈസ്റ്റേൺ യൂറോപ്പിൽ പെടുത്താവുന്നതാണ്. അതിലുള്ള ഒരു മെയിൻ പ്രൊഫഷനാണ് ഫൈനാൻസ് റിലേറ്റഡ് ആയിട്ടുള്ളത്, ബിസിനസ് അനലിറ്റിക്സ് എന്ന് പറയാൻ വേണമെങ്കിൽ. നമ്മുടെ നാട്ടിൽ നിന്ന് ഇൻഡസ്ട്രിയൽ എഞ്ചിനീയറിംഗ് കഴിഞ്ഞ് വാർസോയിലെത്തി ഇൻ്റർനാഷണൽ ബിസിനസ് പഠിച്ച് ഇപ്പോൾ ബിസിനസ് അനലിസ്റ്റ് ആയിട്ട് വർക്ക് ചെയ്യുന്ന ഫാരിസ് അഹമ്മദ് അലിയാണ് നമ്മുടെ ഒപ്പം ഉള്ളത്. സോ വെൽക്കം ഫാരിസ് ടു ദി ഷോ. സോ ഈ ഒരു കാര്യം, ഷോർട്ടേജ് സ്കില്ലും അല്ലെങ്കിൽ ഈ ഒരു ഈസ്റ്റേൺ യൂറോപ്യൻ രാജ്യങ്ങളിൽ ഇങ്ങനെ ഒരു ഒഴിവുണ്ട് എന്നറിഞ്ഞത് കൊണ്ടാണ് ഇങ്ങനെ ഒരു കോഴ്സ് പിക്ക് ചെയ്യാൻ. എങ്ങനെയായിരുന്നു ആ യാത്ര? എനിക്ക് നാട്ടിൽ നിന്ന് തന്നെ ബിടെക് കഴിഞ്ഞതിന് ശേഷം നല്ലൊരു മാസ്റ്റേഴ്സ് ഡിഗ്രി എടുക്കണമെന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അങ്ങനെ പല ഓപ്ഷൻസ് നോക്കി, UK, കാനഡ, അതുപോലത്തെ എല്ലാ കൺട്രീസും. അപ്പോഴാണ് എനിക്ക് യൂറോപ്പിൻ്റെ ഒരു ബെനിഫിറ്റ്സ് മനസ്സിലായത്. അതായത് യൂറോപ്പിൽ കുറഞ്ഞ ഫീസിൽ തന്നെ നമുക്ക് നല്ലൊരു യൂറോപ്യൻ ഡിഗ്രി കിട്ടും, വളരെ വാല്യൂബിൾ ആയിട്ടുള്ളൊരു ഡിഗ്രി കിട്ടും. അപ്പോൾ അതിൽ തന്നെ പല ആൾക്കാരുടെ കൺസേൺ അതാണ്, ഇവിടുത്തെ സർട്ടിഫിക്കറ്റിന് വാല്യൂ ഉണ്ടോ എന്നുള്ളത്. അതെ. ഇപ്പോൾ നമുക്ക് UK അതുപോലത്തെ കൺട്രീസൊക്കെ എടുക്കുകയാണെങ്കിൽ ഒരു വർഷം 10 മുതൽ 15 ലക്ഷമാണ് ഇയർലി ഫീസ് വരുന്നത്. പക്ഷേ പോളണ്ടിൻ്റെ കേസ് എടുക്കുകയാണെങ്കിൽ 3.2 ലാക്സിന് തന്നെ ഒരു വർഷത്തെ ഫീസിൽ നമുക്ക് ഒരു യൂറോപ്യൻ ഡിഗ്രി കിട്ടും. അപ്പോൾ പോളണ്ട് ഇതുപോലത്തെ ജർമ്മനി കൺട്രീസൊക്കെ വളരെ അട്രാക്റ്റീവാണ് ഈ ബേസിൽ. ജർമ്മനിയിലൊക്കെ ആണെങ്കിൽ ട്യൂഷൻ ഫീസ് തന്നെ അല്ല. അപ്പോൾ അങ്ങനെ ഞാൻ പോളണ്ട് സെലക്ട് ചെയ്തു, ഇവിടെ എത്തി. ഇനിഷ്യലി എനിക്ക് മാസ്റ്റേഴ്സ് ഡിഗ്രി എടുക്കണമെന്നായിരുന്നു എൻ്റെ ഫസ്റ്റ് ഗോള്. ഇങ്ങനെ ഇവിടെ തന്നെ നിൽക്കും, ഒരു അനലിസ്റ്റായിട്ട് ജോലി ചെയ്യുന്നൊന്നും എനിക്ക് ഉറപ്പില്ലായിരുന്നു. അപ്പോൾ ഡിഗ്രി കഴിഞ്ഞു, അത് കഴിഞ്ഞിട്ട് വാട്ട് നെക്സ്റ്റ്, അപ്പോൾ ഇതുപോലത്തെ പല ജോബ്സിലും അപ്ലൈ ചെയ്തു. അങ്ങനെ ഒരു ഇൻസൈറ്റ് അനലിസ്റ്റ് എന്നുള്ള പോസ്റ്റിന് കിട്ടി. നീൽസൺ ഐക്യൂലാണ് ഞാൻ ഇപ്പോൾ വർക്ക് ചെയ്യുന്നത്. രണ്ടും കൂടെ മാനേജ് ചെയ്യാൻ പറ്റിയിരുന്നു, പഠിപ്പും ഈ 40 hours കൂടി ആകുമ്പോൾ? ഞാൻ വന്നത് 2021 ഫെബ്രുവരി ടൈമിലാണ്, അത് കൊറോണ നേരത്ത്. അപ്പോൾ ആ ടൈമിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ക്ലാസ്സസ് ഓൺലൈൻ ആയിരുന്നു. അപ്പോൾ ഞാനിവിടെ വന്നിരുന്നു, ഞങ്ങൾ റൂമിൽ തന്നെ ഇരുന്നിട്ട് തന്നെയാണ്, ഞാനും എൻ്റെ ഫ്രണ്ട് നിഷിനെ, ഞങ്ങൾ റൂമിൽ തന്നെ ഇരുന്നിട്ടാണ് ക്ലാസ്സും കാര്യങ്ങളൊക്കെ അറ്റൻഡ് ചെയ്തത്. എനിക്ക് വേണ്ട സ്റ്റുഡൻസിൻ്റെയും പാരൻസിൻ്റെയും ഒരു മെയിൻ കൺസേൺ ഉണ്ട്, ഇവിടുത്തെ ക്രൈം റേറ്റ്സ്, അല്ലെങ്കിൽ ആളുകളുടെ ഡിസ്ക്രിമിനേഷൻ, അല്ലെങ്കിൽ ആൾക്കാർക്ക് നിങ്ങളടുത്ത് ഇംഗ്ലീഷ് അറിഞ്ഞാലും പറയില്ല. ഇതിനോടൊക്കെ ഉള്ളൊരു അനുഭവം എന്താണ്? അതിപ്പോൾ വാർസോയിൽ കുറേയൊക്കെ മാറിയിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ എൻ്റെ സീനിയേഴ്സിൻ്റെ അടുത്ത് ചോദിക്കുന്നത് 5-6 വർഷം മുന്നേ വന്ന ആൾക്കാരോട് ചോദിക്കുകയാണെങ്കിൽ അവർ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് ആ രീതിക്കുള്ള ഡിസ്ക്രിമിനേഷൻ കാര്യങ്ങളൊക്കെ ഫേസ് ചെയ്തിട്ടുണ്ട്. അതിനുള്ള റീസൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടുത്തെ ആൾക്കാർ അങ്ങനെ ഫോറിനേഴ്സിനെ കണ്ടിട്ടില്ല, ഈ ബ്രൗൺ സ്കിൻ ആൾക്കാരെ കണ്ടിട്ടില്ല. അപ്പോൾ അങ്ങനത്തെ പെട്ടെന്ന് ഇങ്ങനെ ആൾക്കാർ കാണുമ്പോൾ സ്വാഭാവികമായിട്ട് വരുന്നൊരു ഡിസ്ക്രിമിനേഷൻ. പക്ഷേ ഇപ്പോൾ അങ്ങനെയല്ല, വാർസോ വളരെ ഇൻ്റർനാഷണലായി വരുന്നുണ്ട്. പോളണ്ട് ഭയങ്കര അട്രാക്റ്റീവ് ഡെസ്റ്റിനേഷനാണ്. പക്ഷേ ഇതിനൊരു ഡൗൺ സൈഡ് എന്ന് പറയാൻ പറ്റും എനിക്കറിയില്ല. നമ്മുടെ ഇൻവെസ്റ്റ്മെൻറ്റിനെ പ്രൊപ്പോഷണലായിട്ടാണ് പലപ്പോഴും സ്റ്റേ ബാക്ക് വരുന്നത്. പോളണ്ടിൽ ഇൻവെസ്റ്റ്മെൻറ്റ് കുറവാണ്, അതുകൊണ്ട് വലിയൊരു സ്റ്റേ ബാക്ക് തരണമെന്ന് പറഞ്ഞാൽ അർത്ഥമില്ല. 9 മാസമാണ് സ്റ്റേ ബാക്ക് പീരീഡ്. അപ്പോൾ ഇവിടെ വരുന്ന കുട്ടികൾക്ക് ഈ 9 മാസത്തിനുള്ള ജോലി കണ്ടെത്തുക എന്നുള്ളത് ഒരു ശരിക്കും ഡിഫിക്കൽട്ട് ആണോ? ഞങ്ങൾ വന്ന ടൈമിൽ തന്നെ, പഠിച്ചുകൊണ്ടിരിക്കുന്ന ടൈമിൽ എല്ലാവരും ഫുൾ ടൈം ജോബ് ചെയ്യണതാണ്. അതിനുള്ള അവസരം ഇവിടെ ഉണ്ട്. കാരണം ഞങ്ങൾക്ക് 20 hours per week എന്ന് പറഞ്ഞിട്ടുള്ള ലിമിറ്റ് ഇവിടെ ഇല്ലാത്തതുകൊണ്ട് ഉണ്ട്, ബട്ട് ഇറ്റ്സ് നോട്ട് സ്ട്രിക്റ്റ്. ഓക്കെ. അപ്പോൾ ബേസിക്കലി അങ്ങനത്തെ ഒരു സ്റ്റേ ബാക്കിൻ്റെ ടൈമിൽ സ്റ്റേ ബാക്കിന് അപ്ലൈ ചെയ്തിട്ട് ഇവിടെ ജോലി കണ്ടുപിടിക്കേണ്ട ഒരു സാഹചര്യം ഒരു 90% ആൾക്കാർക്കും ഞങ്ങളുടെ ഒരു സർക്കിളിൽ വന്നിട്ടില്ല. ഇപ്പോൾ സ്കാൻഡിനേവിയക്ക് ആളുകളുടെ ഭയങ്കര ഏറ്റവും ഇഷ്ടപ്പെട്ട സ്ഥലങ്ങളാണ്. ഭയങ്കര നല്ല ഒരു ബേസിക് പേയും അതുപോലെ സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ് വളരെ ഹൈ ആയിട്ടുള്ള സ്ഥലങ്ങളാണ്. പക്ഷെ ആരും അവിടേക്ക് എക്സ്പ്ലോർ ചെയ്യാണ്ട് പോകാത്തതിന് കാരണം എന്താണ്? ഇപ്പോൾ എൻ്റെ കേസ് എടുക്കുകയാണെങ്കിൽ ഇനീഷ്യലി എനിക്ക് ജർമ്മനി പോകാനായിരുന്നു ആഗ്രഹം. ഞാൻ നാട്ടിൽ നിന്ന് തന്നെ ഒരു B1 ലെവൽ വരെ ജർമ്മൻ പഠിച്ചിട്ടുണ്ടായിരുന്നു. എൻ്റെ പ്ലാൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ, എൻ്റെ ഫ്രണ്ട് പ്ലാൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ, പോളണ്ട് പഠിച്ചു ഉടനെ ഞങ്ങൾക്ക് ജർമ്മനി പോകണം, വേറെ കൺട്രീസിലോട്ട് പോകണം എന്നായിരുന്നു. കാരണം പോളണ്ട് ആ ടൈമിൽ ഞങ്ങളുടെ മനസ്സിൽ അത്രയ്ക്കൊരു അട്രാക്റ്റീവ് ഓപ്ഷൻ അല്ലായിരുന്നു. പിന്നെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ കോഴ്സ് ആയിട്ട് ഞങ്ങൾക്ക് വിടാൻ തോന്നുന്നില്ല. കാരണം ഇവിടെ അങ്ങനത്തെ ഒരു അറ്റ്മോസ്ഫിയർ ഉണ്ട്, നല്ല കമ്മ്യൂണിറ്റി ഉണ്ട്, നല്ല ജോബ് ഉണ്ട്, കാര്യങ്ങൾ എല്ലാ രീതിക്കും അടിപൊളിയാണ്. പിന്നെ അതിൻ്റെ ഒരു ടെക്നിക്കൽ സൈഡ് പറയുകയാണെങ്കിൽ, പോളണ്ടിൽ പഠിച്ചു കഴിഞ്ഞിട്ടാണെങ്കിൽ ഇവിടുത്തെ ഒരു വർക്ക് പെർമിറ്റാണ് നമുക്ക് കിട്ടുന്നുള്ളത്. അപ്പോൾ ഇവിടുത്തെ ഒരു ഡിഗ്രി വെച്ചിട്ടാണെങ്കിലും പുറത്ത് ജോലി കിട്ടണമെങ്കിൽ, അതായത് ജർമ്മനി, വേറെ യൂറോപ്യൻ കൺട്രീസ് ജോലി കിട്ടണമെങ്കിൽ അവിടുത്തെ വർക്ക് പെർമിറ്റ് വേണം. അത് കിട്ടണമെങ്കിൽ നമുക്ക് ഇവിടുത്തെ ഒരു ബ്ലൂ കാർഡ് വേണം, അതായത് യൂറോപ്യൻ ബ്ലൂ കാർഡ്. ആ യൂറോപ്യൻ ബ്ലൂ കാർഡ് വെച്ചിട്ടാണ് നമുക്ക് വേറെ രാജ്യത്തിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുക. സോ നമ്മളിപ്പോൾ കണ്ടത് ഫാരിസ് എന്ന് പറയുന്ന ഒരു വ്യക്തി, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഫ്രണ്ട് സർക്കിൾ ഏറ്റവും മോശം കാലഘട്ടങ്ങളിലാണ് ഇവിടെ എത്തിയത്. അതായത് കൊറോണ നേരത്ത് ലോകം മൊത്തം പേടിച്ചിരിക്കുന്ന നേരത്ത്. അപ്പോൾ ഇവിടെ എങ്ങനെ അങ്ങനത്തെ ഒരു സാഹചര്യം ഉണ്ടായാലും അതിൽ നിന്ന് എങ്ങനെ പുറത്തെത്താമെന്നാണ് ആലോചിച്ചത്. അങ്ങനെ അവർ ഫുൾ ടൈം ജോലി ചെയ്യാൻ തീരുമാനിച്ചു. അതിനൊപ്പം തന്നെ ആ ഒരു ജോലി ഓഫറിലേക്ക് അത് നയിക്കാനുള്ള വിധത്തിൽ അത്രയും കഠിനാധ്വാനം ചെയ്തു. അപ്പോൾ എത്ര മോശം സാഹചര്യങ്ങളിലും പിടിച്ചു നിൽക്കാനും അതിനെ മുന്നോട്ട് പോകാനുള്ള മനോധൈര്യം എനിക്ക് തോന്നുന്നു മലയാളികൾ ഇന്നത്തെ ജനറേഷനും അത് കാത്തു സൂക്ഷിക്കുന്നുണ്ട്. എന്തായാലും താങ്ക് യു സോ മച്ച് ഫാരിസ് ഫോർ ജോയിൻ ദ ഷോ.